എല്ലാവർക്കും പ്രാർത്ഥനയോടെ യേശുവിൻ്റെ പാദാംബികത്തിൽ നമുക്കായിരിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 Peter chapter 1 verse 10 and 11 നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പത്രോസ് അപ്പോസ്തലൻ പൊന്തിയാസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ആസിയ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ എഴുതി ഓർപ്പിക്കുന്നൊരു ഭാഗമാണ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പുവരുത്തുക. എന്താണ് വിളി? എന്താണ് തെരഞ്ഞെടുപ്പ്? ദീർഘമായി പ്രസംഗിക്കുവാൻ സമയമെടുക്കത്തില്ല. ഹല്ലേലൂയ. വിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് വരുക എന്ന് പറയുന്നൊരു ക്ഷണമാണ് വിളി. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വ്യത്യസ്തമാണ്. നീ ദൈവത്തിൻ്റെ സ്വന്തം ആണ് എന്നുള്ള ഒരു വലിയ അനുഭവമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. കർത്താവിന് സ്തോത്രം. വിളിയെയും തെരഞ്ഞെടുപ്പിനെയും തൊടുവാനാണ് ഇന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ചിലപ്പോഴൊക്കെ ലൈഫിൽ 0ക്കും താഴെ പോയ ആൾക്കാരുണ്ട്. ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച സമയത്തെ ഞാൻ ആദ്യമേ ഏത് സ്ഥലത്ത് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങി. 2 മാസം മുമ്പ് വരെ മദ്യപിക്കുന്നവനായി, വഴക്കുണ്ടാക്കുന്നവനായി നിന്ന അതേ സ്ഥലത്ത് തന്നെ 2 മാസം കഴിയുമ്പം ബൈബിളും പിടിച്ചുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ ചെല്ലുക. അപ്പോൾ ഈ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പറയും, ഉപദേശി വരുന്നു. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ പോലായി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൈ കാണിക്കുക, ആരും പറയുന്നത് കേൾക്കത്തില്ല, അവരുടെ ചുണ്ട നോക്കത്തില്ല, അവർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഷോപ്പിൻ്റെ 3 ഷോപ്പിനപ്പുറത്തൊരു വീട്ടിൽ ഒരു പ്രാർത്ഥന തുടങ്ങി. എൻ്റെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ 4 ഷോപ്പ് അപ്പുറത്ത് ഒരു പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന, അതും ആ വീട്ടിലെ അമ്മച്ചി പാർലൈസായി ആടലയ്ക്കുന്നത് പോലെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുന്നൊരു വീട്ടിൽ പ്രാർത്ഥന വെക്കുക. ആടെങ്ങനെ വിശന്ന് അലയ്ക്കുമോ അതുപോലെ ആ സ്ത്രീ കിടന്ന് അലയ്ക്കുക. ഞാൻ പ്രാർത്ഥന തുടങ്ങി 3-ാം ദിവസം അലച്ചുകൊണ്ടിരുന്ന അമ്മച്ചി അങ്ങ് മരിച്ചുപോയി. നോക്കി, ഒരു പ്രയർ തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചുപോയി. പക്ഷെ അന്നേരം ഒരു കാര്യമുണ്ടായി. അമ്മച്ചിയെ ആടുപോലെ അലപ്പിച്ച ഒരു കുടുംബമുണ്ട്. ആ വീട്ടിലെ പുള്ളി ഇതുപോലെ കിടന്ന് അലയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു ചർച്ചയായി. ഒരു 10-70 പേര് 80 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയായി. 80 പേരെയും ഞാൻ ആ സ്നാനപ്പെടുത്തിക്കൊണ്ടു വന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സെൻറ്ററിൻ്റെ കീഴിലുള്ളൊരു പാസ്റ്ററാണ്. അപ്പം എൻ്റെ ചിന്തകൾ മുഴുവൻ ഞാനിങ്ങനെ മരിക്കുന്നിടം വരെ ഓരോ സഭകൾ ഇങ്ങനെ മാറി മാറി പാസ്റ്ററായിട്ടിരുന്ന് മരിക്കുമെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ആ കാലങ്ങളിലെ ഒരു മീറ്റിങ്ങിൽ വന്നൊരു ദൈവദാസൻ, ഒരു തമിഴ്നാടുകാരൻ പാസ്റ്റർ എൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പ്രസംഗകനാണ്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ചോദിച്ചു, എന്തുവാ എന്നോട് പ്രവചിച്ചത്? നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നീ സാധാരണ ആളെ പോലെ അല്ല, നിന്നെ തെരഞ്ഞെടുത്തത് വലിയ ഉദ്ദേശത്തിനാണ്. അതെന്നറിയാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ
എന്ത് സംഭവിക്കുന്നു എന്നല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു എന്നും നിങ്ങളുടെ അകത്ത് ലഭിക്കുന്ന ഉറപ്പാണ് നിങ്ങളുടെ വിജയം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവൾ അത് പറഞ്ഞു, ഇവൾ ഇത് പറഞ്ഞു. അവളും ഇവളും അവനും ഇവളും എല്ലാം പറയട്ടെ, ഇനിയും പറയും. പക്ഷേ മാറാത്തൊരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഞാൻ ഒരിക്കലും എറണാകുളത്ത് എൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ അന്നേരം 60 വയസ്സുണ്ട്. ഗൾഫിൽ ബിസിനസ് എല്ലാം ചെയ്ത് പൊട്ടി, ഡയാലിസിസും ഒക്കെ ചെയ്ത് കിഡ്നി എല്ലാം പോയി നാട്ടിൽ വന്നിരിക്കുക പുള്ളിയോട് ചെന്നപ്പോൾ ദൈവം സംസാരിക്കുകയാണ്, നിനക്ക് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തരാൻ പോകുകയാണ്, നിനക്ക് ബിസിനസ് തരാൻ പോകുകയാണ്, നിന്നെ രാജ്യങ്ങളിൽ കൊണ്ടുപോകാൻ പോകുകയാണ്. കാരണം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്കും ഒന്നും മനസ്സിലായില്ല, പുള്ളിക്കും ഒന്നും മനസ്സിലായി. പക്ഷെ ഇന്ന് ഈ 2026 ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന് സ്തോത്രം, അദ്ദേഹത്തിന് രാജ്യങ്ങളിൽ ഈ 63-ാമത്തെ 65-ാമത്തെ വയസ്സിലും രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടായിട്ട് തനിക്ക് കൊടുത്ത ഓരോ അനുഗ്രഹങ്ങളും ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, നിങ്ങളോട് സ്തോത്രം. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മെച്ചമോ പേഴ്സണാലിറ്റിയുടെ മെച്ചമോ അല്ല, ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ നിന്റെ ജീവിതം മാറും. വിശ്വാസം ഉണ്ടായല്ലോ, രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്നവർ തിരിച്ചറിയണം, നിന്റെ മേലൊരു ദൈവവിളിയുണ്ട്. അതുകൊണ്ടാണ് നീ ഇവിടെ വന്നത്. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം, ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ നോക്കുന്നവൻ തകരുകയും നീ തകരാതിരിക്കുകയും ചെയ്യും. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട നിന്നെ ദൈവത്തിന് ഉപയോഗിച്ചാലേ പറ്റൂ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നോക്കിയേ. ഈ പേന കമ്പനി ഉണ്ടാക്കിയേക്കുന്നത്, എനിക്ക് പേന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭംഗിക്ക് ഇത് പോക്കറ്റിൽ കുത്തും. എനിക്ക് പേന പോക്കറ്റിൽ കുത്തുന്നത് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴെ എൻ്റെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ ഇങ്ങനെ പോക്കറ്റിൽ കുത്തുന്ന പേന മാത്രം ഒരു 200 എണ്ണം ഉണ്ട്. ജീസസ്. കാരണം ഡസൻ കണക്കിന് പേനായാണ് എനിക്ക് ഈ പോക്കറ്റിൽ കുത്തുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് നിബിടത്തില്ല. കാരണം സ്തോത്രം, ഇതിനകത്ത് ഇട്ടാൽ ആരെങ്കിലും എഴുതാൻ ചോദിച്ചാൽ കിട്ടുകയില്ല. ഇത് ഭംഗിക്ക് കുത്തുക. പക്ഷെ കമ്പനി ഇത് പുറത്തിറക്കിയത് അതിനല്ല. നിങ്ങൾ കമ്പനി പുറത്തിറക്കിയത് എന്തിനാണെന്നറിയാമോ? ഇതുകൊണ്ട് എഴുതണം. ഇതുകൊണ്ട് ഒത്തിരി ബുക്കുകൾ എഴുതണം. ഞാനൊരിക്കലും ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു രാജ്യത്തോട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗാർഡനകത്ത് ഞങ്ങൾ ചെന്നൊരു ആ ഗാർഡനകത്ത് ചെന്നപ്പോൾ ഒരു മദാമ്മ നിന്നുകൊണ്ട് ആൾക്കാരുടെ ചിത്രം വരയ്ക്കുക. ഒരു വലിയ ബോർഡ് വെച്ചിട്ട് ആ ബോർഡിൻ്റെ അടുക്കൽ ചിത്രം വരയ്ക്കുക. ഒരാൾ കസേരയിൽ പച്ച ചുരിദാറിട്ടിരുന്നാൽ അവൾ പച്ച ചുരിദാറിട്ട് ഇരിക്കുന്നത് പോലെ കറുത്ത മുടിയും കണ്ണാടിയും ഒക്കെ അടിപൊളിയായിട്ട് 7 മിനിറ്റ് കൊണ്ട് വരച്ചു തരും. ഞാനവിടെ നോക്കിയപ്പോൾ അവരോട് ചോദിച്ചു, ഒരാളെ വരയ്ക്കുന്നതിന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ $175 ഒരാളെ വരയ്ക്കുന്നതിന്. സ്തോത്രം. ഞങ്ങൾ നോക്കുമ്പോൾ 47 പേര് ലൈനിൽ നിൽപ്പുണ്ട്. ടാക്സ് കൊടുക്കണ്ട, കടമുറി എടുക്കണ്ട. ആകെ മദാമ്മയുടെ ചെലവ് നിങ്ങൾക്കറിയാമോ? എന്നാണെന്നറിയാമോ? 5 രൂപയുടെ ഒരു പേപ്പറും 3 രൂപയുടെ ഒരു പെൻസിലും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, 1 ലോറി പെൻസിലും 1 ലോറി പേപ്പറും വാങ്ങിച്ചു തരാൻ വരയ്ക്കാമോ? നിനക്ക് മൊന കുത്തി ഓടിക്കാനേ അറിയത്തുള്ളൂ, എന്നാൽ അവക്ക് പണി അറിയാം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ദൈവകരങ്ങളിൽ ഇങ്ങനെ ഒരു ഉപകരണമാകണം. ജീസസ്. നിന്റെ കഴിവല്ല ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്, നിന്നെ തെരഞ്ഞെടുത്തവൻ ആരാണോ അവന്റെ കഴിവായി ഇവിടെ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ആരും വിചാരിച്ചതല്ല നിങ്ങളുടെ ഭാവി. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭയങ്കരമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ വിദ്യാഭ്യാസമൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയി 6-7 സപ്ലിയൊക്കെ ഉള്ള പിള്ളേർ നമ്മുടെ അടുക്കൽ വന്ന്
ആമി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പറയും, പാസ്റ്റങ്ങളെ 7 സപ്ലി ഉണ്ട്, ഇനി നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, അല്ലടാ, നിന്നെ തെരഞ്ഞെടുത്തതാ, ആ 7 സപ്ലി നീ പാസ്സാകും. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുകയാണ്, അപ്പം ഞാൻ പാസ്സാകുമല്ലേ? എന്നോട് ഇത്രയും വർഷത്തിനിടെ ആരും പാസ്സാകുമെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അവൻ പോയി പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അറിഞ്ഞ വാർത്ത, അവൻ എഞ്ചിനീയറായി. ഇപ്പം ഹയർ സ്റ്റഡീസിന് വേറൊരു രാജ്യത്ത് പഠിക്കുക. ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയാം. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെ നോക്കിക്കൊണ്ട് പറയണം, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. ഇനി എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് അല്പനേരം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ പറയുക, ദൈവം നമ്മെ വിളിച്ചു. യെശയ്യാ പ്രവചനത്തിലെ വാക്യമാണ്, ഏകനായി വിളിച്ചു. എങ്ങനെ വിളിച്ചു? ഏകനായി. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? എല്ലാവരെയും ഏകനായിട്ടാണ് വിളിച്ചത്. എന്നെ വിളിച്ച പോലല്ല ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ദൈവദാസനെ വിളിച്ചു, അതുപോലല്ല ജോഷിപ്പാസ്റ്ററെ വിളിച്ചത്, അതുപോലല്ല ലാലുവിനെ വിളിച്ചത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, എല്ലാവരെയും വിളിച്ച വിളി വ്യത്യസ്ത വിളിയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഒന്നവൻ ഏകനായി വിളിച്ചു. 2 യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്ന ഭാഗം, അവൻ പേര് ചൊല്ലി വിളിച്ചു. എന്താ ചെയ്തു? പേര് ചൊല്ലി വിളിച്ചു. നിന്റെ പേര് നാട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷെ നിന്റെ പേര് ദൈവത്തിനറിയാം. അവൻ നിന്നെ എന്തോ വിളിച്ചു? എന്നോ വിളിച്ചു എന്ന് പറഞ്ഞ എന്തോ വിളിച്ചു? അടുത്തിരിക്കുന്നവളെ കൈ കൊടുത്ത് വെച്ചോ, നിന്നെ പേര് ചൊല്ലി വിളിച്ചാന്ന് പറ. യെശയ്യാവിലെ അടുത്ത പദം കേട്ടോ, അവൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചു. എന്തുവാ? ഓമന പേര്. ഒരു ആമയും പറഞ്ഞാട്ട്. അപ്പം നിന്നെ വിളിച്ചു, ഏകനായി വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു, ഓമന പേര് ചൊല്ലി വിളിച്ചു. ഇനി 3-ാം സ്വർഗം വരെ പോയ പൗലോസ് പറഞ്ഞേ കേട്ടോ, നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാ എന്ന് പറഞ്ഞാൽ പിടികിട്ടിയ. നാട്ടുകാർ മുഴുവൻ നിന്നോട് തള്ളിക്കളഞ്ഞാലും ദൈവം വിശ്വസ്തനാ. അങ്ങനെ വിശ്വസിക്കുന്ന നല്ലൊരു ആമയും പറ. വിളി എന്ന ഭാഗത്തെ ഞാൻ വിടുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന ഭാഗത്തിലേക്ക് വരിക. ഒരു വാക്യം നമ്മളിന്ന് ബൈബിളിൽ നിന്ന് വായിച്ചുകൊണ്ട് അല്പസമയം ധ്യാനിക്കാൻ പോവുക. ഞാനൊരു ഒരു ആത്മീക ദൂത് പറയാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഈ ഉറപ്പ് മാറ്റിമറിക്കാൻ പോവുക. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് ദൈവം വിളിച്ചതാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്. ഇത് നമ്മുടെ അകത്ത് ഉറപ്പുണ്ടാകണം. ആരേലും വല്ലതും പറഞ്ഞാൽ താഴെ പോകുന്നതല്ല നമ്മുടെ വിശ്വാസം. പറയുന്നവർ മരിക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ടി ഓടുമ്പോൾ കരിയില ഓടിക്കൊണ്ടിരിക്കും. ഒരു കരിയില പോലും വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറിയിട്ടില്ല. വണ്ടി ഓടിപ്പോകുമ്പോൾ നായ്ക്കുട്ടികൾ കുരച്ചുകൊണ്ടിരിക്കും. ഒരു നായ്ക്കുട്ടി പോലും ബൈക്കിൻ്റെ പുറകിൽ കയറിയിട്ടില്ല. എപ്പോഴും ഓർക്കണം, നായിയുടെ പണി ചെയ്യട്ടെ, നീ നിന്റെ പണി ചെയ്യണം. കാരണം നിന്റെ മേൽ വിളി കിടക്കുക, നിന്റെ മേൽ തെരഞ്ഞെടുപ്പ് കിടക്കുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തില്ല, പക്ഷെ നിന്നെ തെരഞ്ഞെടുത്തു. ഇനി ബൈബിളിൻ്റെ ഒരു പ്രത്യേകത അറിയാമോ? നമ്മൾ തിരഞ്ഞെടുക്കുന്നവരല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഈയിടെ ഒരു ചെറുക്കനെ ഞാൻ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്കൊന്ന് കല്യാണം കഴിക്കണം. ഞാൻ ചോദിച്ചു, എന്നടാ കഴിക്കാത്ത? 54 പെൺപിള്ളേരെ കണ്ടു, ഇതുവരെ അവൻ്റെ കണ്ണിലൊരു പെണ്ണിനെ പിടിച്ചില്ല. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. 70 അങ്ങോട്ടായി, ഇതുവരെ കെട്ടിയതായിട്ട് എനിക്കറിയില്ല. നമ്മളൊരു സാരിക്കടയിൽ പോയാൽ അവിടെ ഒരു പറയാം, പച്ച എടുത്തിട്ട്, നീല എടുത്തിട്ട്, ചുവപ്പ് എടുത്തിട്ട്, മഞ്ഞ എടുത്തിട്ട്, വെള്ള എടുത്തിട്ട്, മുഴുവൻ എടുത്തിട്ട് അച്ഛൻ ചോദിക്കും, ഇനിയുണ്ടോ? 300 രൂപയുടെ ഒരു സാരിക്ക് വേണ്ടിയാ. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ സഹിഷ്ണുത സാരിക്കടയിൽ സാരി എടുത്തിരുന്നവർക്കാ. നീ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ആൻറ്റി വരിക, മഞ്ഞയുടെ, പച്ചയുടെ. പണ്ടൊരാൾ പറഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞെന്നാ പറഞ്ഞു, ഇനി ഞാൻ ഉടുത്തേക്കുന്നതേ ഉള്ളെന്ന്. ബാക്കി എല്ലാം എടുത്തിട്ട് ബോധിക്കുന്നില്ല. ഒരുത്തൻ 2.5 കോടി രൂപ ഇങ്ങോട്ട് വീട് തപ്പി നടക്കിയ 16 വീട് കണ്ടു, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നമ്മുടെ കണ്ണിന് കോട്ടയത്ത് വടവാതിരി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലോറിയിൽ ആപ്പിൾ കൊണ്ട് നിട്ടേക്കുക. മൈസൂർ ആപ്പിളാന്ന് എഴുതിയേക്കുന്നത്. മൈസൂർ ആപ്പിള് 1 കിലോ 200 രൂപ പറഞ്ഞ് എഴുതി വെച്ചേക്ക ബോർഡ്. വലിയ മല പോലെ ആപ്പിള് മറിഞ്ഞു കിടക്കാം. നമ്മളവിടെ ചെന്നേച്ച് പറയും 2 കിലോ ആപ്പിൾ എന്നല്ല പറയുന്നത്. അത് ഇത് അത് ഇത് ഇത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അങ്ങനല്ല. നമ്മുടെ കണ്ണിന് ബോധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ലോക രാജ്യത്തിന്റെ ഉണർവിന് ദൈവം തെരഞ്ഞെടുത്തത് സയന്റിസ്റ്റിനെയും ഡോക്ടറെയും എഞ്ചിനീയറേയും അല്ല, സാധാ മുക്കുവ പിള്ളാരെയാ. അതിന്റെ കാരണം ഉപയോഗിക്കാൻ ദൈവത്തിന് അറിയാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനിവിടെ നിന്നോട് ആത്മാവിനോട് വെളിപ്പാട് പറയാം, നിന്റെ സന്തതിയെ ഉപയോഗിക്കുന്നത് കാണുവാൻ നിനക്ക് മഹാഭാഗ്യം ദൈവം തരട്ടെ.
എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ആമീൻ. ഞാനൊരു പ്രവചന ദൂത് പറയാം. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തേച്ച് പറ, നിന്നെ ഉപയോഗിക്കാൻ സമയമായെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, നിന്നെ. രാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഞാനൊക്കെ ക്രിസ്തുവിനെ കണ്ട നാളുകളിൽ എൻ്റെ അടുക്കൽ ആൾക്കാർ വന്ന് പ്രവചിക്കും. സ്തോത്രം. നീ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോ രോഗി സൗഖ്യമാവും. എങ്ങനെ സംഭവിക്കും? നീ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോ പാപി മാനസാന്തരപ്പെടും. അതിന്റെ പ്രത്യേകത എന്നാ? പ്രത്യേകത നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള പ്രത്യേകതയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ത് ചെയ്തെന്നുള്ളത് പ്രത്യേകതയാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ലൈഫ് തീരാൻ പോകുമല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വെളിപ്പെടാൻ പോവാ. വിശ്വാസമുണ്ടോ? ദൈവത്തിന്റെ ഇന്ന് ഞാൻ അവിടെ ആൾക്കാരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു ബ്രദർ എന്നെ കാണാൻ വന്നു. പുരുഷോത്തമൻ ബ്രദർ ഇവിടെ ഉണ്ടോ? ഒന്ന് ബ്രദർ ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്നേ. 2021 ഈ പുലയുടെ ഈ കൈയും ഈ കാലും തളർന്നുപോയി. നീണ്ട വർഷങ്ങൾ താൻ ബെഡിലായിരുന്നു. മെഡിക്കൽ സയൻസ് എല്ലാം തന്നെ കൈവിട്ടു. താൻ എന്നോട് പറഞ്ഞു, തൻ്റെ കൈയുടെ ഈ ഗ്ലാസ് പിടിക്കാൻ പറ്റത്തില്ല. ഈ കൈ ഒന്നും മടങ്ങത്തില്ല. അദ്ദേഹത്തിന് ഇനി എഴുന്നേക്കാൻ പറ്റത്തില്ലെന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. തിരുവല്ലയിലെ ഒരു മീറ്റിങ്ങിൽ പുള്ളിയെ ദൈവം തൊട്ടു. ഒരിക്കലും ചലിക്കാത്ത ഈ കാല് ചലിച്ചു. ഒരിക്കലും പൊങ്ങാത്ത ഈ കൈ അന്ന് തൊട്ട് പൊങ്ങാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് സാക്ഷി പറയുക. നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷിയായിട്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചെന്നറിയാം? അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി ഞാനിവിടെ അദ്ദേഹം എനിക്ക് എഴുതി തന്നു പേപ്പറിൽ. അദ്ദേഹത്തിന് എന്തുവാ നടന്നതെന്ന്. ഇന്ന് താന് ബസ് കയറി ഓട്ടോറിക്ഷ വിളിച്ച് നടന്ന ഒറ്റയ്ക്ക് ചർച്ച വന്നിരിക്കുക. എന്തിനാണെന്നറിയോ? തന്നെ ഇതുപോലൊരു 7 മണിക്കൂറിലാ തന്നെ സൗഖ്യമാക്കിയ തിരുവല്ലയിൽ. ഇതുപോലൊരു 7 hours-ലാ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക ഒരു വലിയ പ്രവൃത്തിക്കായിട്ട്. ചിലപ്പോൾ ലോകം മൊത്തം നടന്ന് സാക്ഷി പറയാനായിരിക്കും. താങ്ക് യു ബ്രദർ ബോക്കാട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവിടെ നമ്മുടെ ചർച്ചയിൽ ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി ഇന്ന് എന്നോട് വന്ന് സാക്ഷി പറഞ്ഞു. ആൻറ്റി ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്നേ. ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നൊന്നേ. ഞാനും ജോഷി പാസ്റ്ററും കൂടി ഈ ആൻറ്റിയുടെ വീട്ടിലൊരിക്കൽ പോയി. ഹല്ലേലൂയ. ആൻറ്റി ഇവിടെ വരെ വന്നാട്ട്. ഹല്ലേലൂയ. ബൈബിളും ഒക്കെ എടുത്തോണ്ട് വന്നാട്ട്. ഹല്ലേലൂയ. ഈ ആൻറ്റി ഒന്ന് വീണുപോയി. പിന്നെ ഈ ആൻറ്റിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തിയെ സ്തോത്രം കിടത്തി ഒരു ആംബുലൻസ് വരുത്തി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഭാഗ്യവും ഉണ്ട്, 1 വർഷം കഴിയുമ്പോൾ വടിയൂന്നി പൊങ്ങാൻ പറ്റും. ജോഷി ഭാഷ എന്നോട് വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭാഷ നമുക്കിന്ന് വൈകിട്ടൊന്ന് പോകണം. ഞങ്ങൾ 2 പേരും കൂടെ അവരുടെ വീട്ടിൽ പോയി സ്തോത്രം അമ്മാമ്മയുടെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മാമ്മ ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് പോന്നു. ഇന്ന് വരെ പിന്നെ ഇന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഹല്ലേലൂയ. ദൈവദാസൻ എഴുന്നേറ്റ് നീ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അച്ഛനോട് മുമ്പോട്ട് വന്നേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു ദേശത്തെ ഉണർത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങളുടെ ലാലിപ്പാസ്റ്ററോട് ചോദിക്കണം. അദ്ദേഹത്തിന്റെ പച്ചയാണ് ചിങ്ങവന ഏറിയായ പിടിച്ചു കുലുക്കുന്നത്. ഇന്നവിടെ 100 കണക്കിന് കുടുംബങ്ങൾ ജീസസ് വോയിസിനുണ്ട്. ഈ അമ്മയ്ക്ക് ദൈവം കൊടുത്ത സാക്ഷ്യവാ. ഹല്ലേലൂയ. അന്ന് അച്ചായന അവരുടെ കുടുംബത്തോട് പ്രവചിച്ചു, നിന്റെ സന്തതികളെ രാജ്യങ്ങളിൽ എത്തിക്കുമെന്ന്. ആ പറഞ്ഞ രാജ്യത്ത് അവരുടെ സന്തതികൾ എത്തി. അവരിന്ന് വന്നിരുന്ന് പൊട്ടിക്കരയുക. ധൈര്യമായി പോക്കാട്ടെ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഹല്ലേലൂയ. അച്ചായനൊന്ന് എഴുന്നേറ്റ. അച്ചായൻ എൻ്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വലിയ കടബാധ്യതയാണ്. ഹല്ലേലൂയ. ഭയങ്കര കടബാധ്യതയാണ്. ഇന്ന് എന്നോട് വന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മുഴുവൻ കടവും ദൈവം തീർത്തു തന്നു. ഇരുന്നാട്ട് ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമാ നിന്റെ മേൽ കിടക്കുന്ന വിളി. നിന്നെ തെരഞ്ഞെടുത്തത് വെറുതെ ഇരിക്കാനല്ല.
എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നത് നിന്റെ ജീവിതം മാറണം, നിന്റെ അവസ്ഥകൾ മാറണം, നിന്റെ എവിടോ ദൈവകൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, നിന്റെ അവസ്ഥ തീരാൻ പോകുമല്ല, ദൈവം നിന്റെ ലൈഫിൽ എന്തോ. 1-2 മിനിറ്റ് ആ കരങ്ങൾ അടിച്ചു ദൈവത്തിനോട് നന്ദി കൊടുത്തേ. ഈ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം. കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, 15-ാം അധ്യായം എടുക്കാം. അതിന്റെ 16-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം നിങ്ങൾ അടുത്തേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയാണ്, സ്തോത്രം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഇന്ന് വചനം കേൾക്കുന്നവർ ഉറപ്പിച്ചോ, നിന്റെ ഒരു വിശുദ്ധി കൂടുതലും അല്ല നിന്നെ തെരഞ്ഞെടുത്തത്, ദൈവത്തിന് നിന്നെ തെരഞ്ഞെടുപ്പാൻ മനസ്സായി. എത്ര പേർ അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത് ആമീൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. എന്തിനാ തെരഞ്ഞെടുത്തേ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഫലം കായ്ക്കുക എന്നത്. ഒരാമയും പറഞ്ഞാട്ട്, എന്താണ് ഫലം കായ്ക്കുക എന്നുള്ളത്? ഞാനിവിടെ ഈ മീറ്റിങ്ങിന് തെരഞ്ഞെടുപ്പ് എന്ന സബ്ജക്റ്റ് എടുത്തപ്പോഴേ ഞാൻ ആത്മാവിൽ കണ്ടൊരു കാഴ്ച, ഒരു വൃക്ഷം ഫലവത്തായി നിൽക്കുന്ന കാഴ്ചയാണ്. ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നിന്റെ ലൈഫിന്റെ എല്ലാ വാട്ടവും എല്ലാ മങ്ങലുകളും മാറിയിട്ട് ഒരു വൃക്ഷം തഴയ്ക്കുന്ന പോലെ 2026 നീ തഴകണം. എത്ര പേര് നിന്റെ മിനിസ്ട്രി തഴക്കണം? യേശുവിന്റെ നാമത്തില് ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ഇതല്ല നിന്റെ ലൈഫ്. യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. നിങ്ങള് ആ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പം ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബ്രദറെ എനിക്ക് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ നടക്കും? ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ നടക്കുമോ? ഇല്ല. ഈ ഫലം കായ്ക്കുന്നതിന്റെ പ്രത്യേകത എങ്ങനെയാന്ന് ബൈബിളിൽ നമുക്കൊന്ന് പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ആ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവെന്ന തോട്ടക്കാരന്റെ കീഴിലുള്ള ഒരു തോട്ടം, അതിൽ യേശു ക്രിസ്തു എന്ന മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് ഓരോ ദൈവമക്കളും. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ ആരേലും മുന്തിരിത്തോട്ടത്തിൽ പോയിട്ടുണ്ടോ? ഒട്ടവല്ലെന്ന് കൈവക്കിക്കേ. അയ്യോ, മൊത്തം പേരും അവിടെ ആരും തോന്നല്ലോ. നോക്കിയേ, നിങ്ങളെ ഇപ്പൊ യൂത്തിലുള്ള ഞാൻ ചോദിക്കുന്നില്ല, ചോദ്യത്തിന് ഉത്തരം പറയണം. പിതാവിന്റെ തോട്ടത്തിൽ നിൽക്കുന്ന പുത്രനായ മുന്തിരിവള്ളിക്കകത്ത് നിന്ന് പുറത്തു വന്ന കൊമ്പുകളാണ് നാം ഓരോരുത്തരും. അതാണ് ക്രിസ്തു പഠിപ്പിച്ച ഭാഗം. ചോദ്യം, ഒരു മുന്തിരി കായ്ക്കാൻ മുന്തിരി വള്ളിക്കാണോ ജോലി, കൊമ്പിനാണോ ജോലി? പറ. ഒരു മുന്തിരി കായ്ക്കാൻ കൊമ്പിനാണോ പണി കൂടുതല്, മുന്തിരിവള്ളിക്കാണോ പണി കൂടുതൽ? എന്തോ പറയാതെ നല്ലതായിട്ട് പറ. എന്തോ ലാൽ പറഞ്ഞ കറക്റ്റാ. വള്ളിക്കാ പണി, കൊമ്പിന് സത്യത്തിൽ ഒരു പണിയില്ല. വളം വലിച്ചെടുക്കുന്നത് മുന്തിരി വള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേരുകളാണ്.
വെള്ളം വലിച്ചെടുക്കുന്നത്. കൊമ്പിന് ചുമ്മാതിരുന്ന് മുന്തിരിവള്ളി നീളുന്നതിനനുസരിച്ച് ഇത് വളർന്നു കൊടുത്തേച്ചാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിന്റെ കഴിവല്ല ഫലത്തിലെത്തിരിക്കുന്നത്, മുന്തിരിവള്ളിയുടെ ബന്ധമാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പൊ ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഇല്ലാത്ത ചിലത് ഇന്ന് നിന്റെ കുടുംബത്തിൽ ഉണ്ടാകണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് പരിശുദ്ധാത്മാവ് ദൂരം, നിന്റെ മെച്ചമല്ല നീ ഫലം കായ്ക്കുന്നത്, മുന്തിരിവള്ളിയുടെ ബന്ധമാണ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഈ കൃപയെല്ലാം അനുഭവിക്കാനുള്ള വഴിയുണ്ട്. അതിന്റെ രഹസ്യം എന്നാണെന്നറിയോ? യേശുക്രിസ്തു വന്ന മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധ. ഈ യോഗത്തിന് വന്നിട്ട് അവിടെ യേശു പറഞ്ഞ ഭാഗത്ത് പറയുന്ന ഭാഗമുണ്ട്, കായ്ക്കുന്ന കൊമ്പ്, കായ്ക്കാത്ത കൊമ്പ്, ചെത്തുന്ന കൊമ്പ്, ഉണങ്ങിപ്പോകുന്ന കൊമ്പ്, എല്ലാം കൊമ്പ. പക്ഷെ ചിലത് എന്തോ ചെയ്യും? ഭയങ്കരമായിട്ട് കായ്ക്കും. ചിലത് എന്ത് ചെയ്യത്തില്ല. ബൈബിൾ പറയാ, എന്നെ പിരിഞ്ഞ് നിങ്ങൾ കൊന്നും. ഈ ചിലവർ ഞാൻ ബിസിനസ് ചെയ്ത് തോറ്റു, നിന്റെ കഴിവ് തോറ്റു. പക്ഷെ മുന്തിരിവള്ളിയോടുള്ള ബന്ധം നിന്റെ കഴിവിനെ മാറ്റി കുറിക്കും. ഒരാമയും പറയണം. അങ്ങനെയാന്ന് ഞാനൊരു ദൂത് പറയാം. ഫലം കായ്ക്കാൻ കൊതിക്കുന്ന ഒരുവൻ എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ, മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കണം. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഇല്ലാത്തൊരു കാര്യം ഈ ദിവസങ്ങളിൽ നിന്നിൽ ഉണ്ടാകാൻ പോവുക കേട്ടോ. ചിലരുടെ അകത്ത് ആത്മാവിന്റെ തീ വെളിപ്പെടുക. നിന്റെ ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് ഇതാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരിക. പ്രാർത്ഥിക്കുന്ന ചില സന്തതികളുടെ ഭാവി പിടിച്ചാ കിട്ടത്തില്ല. ഇപ്പോൾ നിന്നെ നോക്കി പിറുപിറുക്കുന്ന ചിലരുടെ മുൻപിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തുന്ന ഉറപ്പ്. അല്പസമയം സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്യ്. ഇന്ന് പകൽ ഈ കയ്യടി വരുന്നത് ഇൻസ്ട്രുമെന്റ്സിന്റെ സാന്നിധ്യം കൊണ്ടല്ല, പ്രസംഗിക്കുന്ന ഉപദേശയുടെ മെച്ചം കൊണ്ടല്ല. ഇത് മുന്തിരിവള്ളിയുടെ ബന്ധമാണ്. ഏതൊക്കെ കാട്ടുവള്ളി നിന്നെ ചുറ്റിയാലും ആ കാട്ടുവള്ളിക്കകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപ. ചിലരുടെ അകത്ത് ആത്മാവിന്റെ തീ ഒന്ന് വെളിപ്പെടട്ടെ. പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ്, ഓ ലോർഡ്, നിന്നിൽ നിന്ന് റിസൾട്ട് പുറത്തു വരാന്ന അനുഭവം. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ നോക്കി, മുമ്പേ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്ന് നിങ്ങൾ കേട്ടായിരുന്നു. ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സകല സാമഗ്രികൾ എടുത്തിട്ട് വന്ന് എടുത്തോളാൻ പറഞ്ഞു. ഒരു കൊച്ചെടുത്തില്ല. ചിലർക്ക് സ്വർണം കിട്ടിയാൽ മതി, ചിലർക്ക് വീട് കിട്ടിയാൽ മതി. പക്ഷേ ആ കൊച്ച് എടുക്കാഞ്ഞത് എന്നാന്ന് അദ്ദേഹം പ്രസംഗിച്ചാൽ നീ കേട്ടോ? അവൾ പറഞ്ഞു, എനിക്കിതല്ല വേണ്ടത്, എനിക്ക് രാജാവിനെ പോലാകണം. ഒരാമയും വരുന്നില്ല. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഒരു രോഗസൗഖ്യത്തിനല്ല നീ ഇവിടെ വന്നത്, ഒരു ഭൂതം വിട്ടുപോകാനല്ല ഇവിടെ വന്നത്. ഈ മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം എന്റെ ലൈഫിനെ മാറ്റിയത് ഈ ബന്ധമാണ്. നിന്റെ ലൈഫിനെ മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരമ്മ 2 പെൺപിള്ളേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നു. ലോർഡ്, ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പം ആ വീട്ടുകാർ റിലേറ്റീവാ ഞാൻ ചെല്ലുന്നെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അവര് പറഞ്ഞു, 10 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സ്തോത്രം ഞങ്ങൾ വന്നൊരു തിയേറ്ററിനകത്ത് യോഗം നടക്കുമ്പോൾ പാസ്റ്ററെ കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ 2 പെൺപിള്ളേരിൽ മൂത്തവള് 10ാം ക്ലാസ്സിലും രണ്ടാമത്തവൾ 8ാം ക്ലാസ്സിലുമാ. അന്ന് പാസ്റ്റർ മൂത്ത മോളെ എഴുന്നേപ്പിച്ചു പറഞ്ഞു, നീ ഡോക്ടർ ആകുമെന്ന്. അവളെ മുമ്പോട്ട് പറഞ്ഞതേ ഇവള് ഡോക്ടറാ. രണ്ടാമത്തെ മോളെ എഴുന്നേപ്പിച്ചു പറഞ്ഞു, അവളും ഡോക്ടർ ആകുമെന്ന്. അവള് വേറൊരു സ്ഥലത്തായിരുന്നേ. അവളും ഡോക്ടറാ. ഇപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച്. അവരെന്നോട് ചോദിച്ചു, എന്റെ പണി അറിയോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല.
വാടക വീട്ടിലാണ് താമസിക്കുന്ന, വീടുകളിൽ പാത്രം കഴുകാൻ പോവുക. പിന്നെ എങ്ങനെ ഡോക്ടറായി എന്ന് ചോദ്യം. ജോലി പാത്രം കഴുകുന്നതാണെങ്കിലും ബന്ധം സ്ട്രോങ്ങാ. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീടിന്റെ പശ്ചാത്തലമല്ല ചോദിക്കുന്നത്, ആർക്കും പറിച്ചറിയാൻ കഴിയാത്തൊരു ബന്ധം. ഓ യേശുവിന്റെ നാമത്തിൽ ഇത് പ്രാർത്ഥിച്ച് ലോട്ടറി അടിപ്പിക്കുന്ന പരിപാടിയല്ല. നിന്റെ സന്തതിയുടെ കാലത്തും നീ കായ്ക്കത്തക്ക എവിടോ ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ ചില സന്തതികളെ പിടിച്ചു വലിക്കുന്ന ചില ദുഷ്ടാത്മ ശക്തികളിൽ നിന്ന് ഇന്നത്തെ ആരാധന വിടുതല. ഓ നിന്റെ സന്തതിയിൽ റിസൾട്ട് ഉണ്ടാകാൻ പോവാ. നിന്റെ സന്തതികളിൽ കൃപ 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 മനസ്സിലായവർക്കാ. യെസ്, അർത്ഥകൽപ്രഭ. നിന്റെ സന്തതികൾക്ക് റിസൾട്ട് ഉണ്ടാകട്ടെ. വർണ്ണിക്കാൻ കഴിയാത്ത പോലെ നിന്റെ സന്തതിയുടെ മേൽ തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മേൽ കിടക്കുന്ന വിളി, തെരഞ്ഞെടുപ്പ്. ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് പറയുക, നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത്, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഇനി അടുത്ത നോക്കിക്കേ, എന്തിനാ തെരഞ്ഞെടുത്ത? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഞാനൊരു പ്രവചനം നടത്താം. വിശ്വാസമുണ്ടോ? നീ പാർക്കുന്ന ദേശത്ത് നീ ഒരു ഫലമായി മാറണം. എത്ര പേരാ നീ പാർക്കുന്ന ചുറ്റുപാടുകളുടെ നടുവിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഒരു റിസൾട്ട്. ഓ മനസ്സിലാക്കുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് ആരാധന ആശീർവാദം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ: മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചു തരുവീൻ. ഒരാമയും വരുന്നില്ല. മുന്തിരിവള്ളിയെ, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വചനം. ഹല്ലേലൂയ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഇവിടെ വായിക്കുകയാണ് മുന്തിരിവള്ളി നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്ന. നിങ്ങൾക്കറിയാമോ അത് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൈകളെ നോക്കുന്ന നല്ലതാ. ഇത് മുന്തിരിവള്ളിയാണെങ്കിൽ ഒരു കൊമ്പ് അതിനകത്തുനിന്നാ വരുന്നത്. ഈ മുന്തിരിവള്ളിയും കൊമ്പും ചേരുന്ന ആ ജംഗ്ഷൻ, അവിടെ ഒരു പ്രത്യേക ദ്രാവകം ഉത്പാദിപ്പിക്കപ്പെടും. ആ ദ്രാവകമാണ് ഫലമായി വരുന്നത്. ചെറുകുറുക്കന്മാർ വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ജംഗ്ഷനിൽ വന്ന് അതിനെ കടിക്കുമ്പം ആ ദ്രാവകത്തെ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മുന്തിരിവള്ളി കായ്ക്കത്തില്ല. ഇവിടെ പറയുക, അങ്ങനെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പിടിച്ചു തരുവീൻ. ഒരാമയും വരുന്നില്ല. നിന്റെ സന്തതിയുടെ സ്പിരിച്വൽ ലൈഫിനെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പിടിച്ചു കെട്ടണം. ഒരാമയും. ദൈവിക ബന്ധത്തെ കളയുന്ന, അഭിഷേകത്തെ കളയുന്ന. യെസ്. ഓ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിടുതലോടെ പോകണം. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറയുടെ വിടുതൽ നീ കാണണം. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഒരു സ്പിരിറ്റ്. കഴിഞ്ഞ യൂത്ത് മീറ്റിംഗിൽ ശുശ്രൂഷ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്നൊരു മോൻ എന്നെ കാണാൻ ഈ ഗ്രീൻ റൂമിൽ വന്നു, ഓഫീസിൽ വന്നു. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 3.5 വർഷമായി ആരോടും പറയാൻ പറ്റാത്ത വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? പിന്നെ പാസ്റ്റർ, ആ മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോൾ മുതൽ എൻ്റെ ചിന്തകൾ വരെ മാറാൻ തുടങ്ങി. 20 ദിവസമായി ഞാൻ ജയജീവിതം നയിക്കുക.
ഇപ്പോൾ അവന് ബാംഗ്ലൂരിൽ ഉണ്ട്, ഇപ്പൊ ലൈവിലുണ്ട്. ഇന്നലെ രാത്രിയിലും എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നു വരെ ആ ജയജീവിതം നിലനിർത്താൻ ദൈവം കൃപ ചെയ്തു. ഞാനൊരു ദൂത് പറയാം, നിന്റെ സന്തതി പോകുന്ന റൂട്ടിനകത്തു നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു വഴിത്തിരിവ്. നിന്റെ സന്തതികൾ പ്രവചിക്കുന്ന ദിവസങ്ങൾ വരട്ടെ. നിന്റെ സന്തതി സ്വപ്നങ്ങൾ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഞാൻ ഈ ഭാഗത്തോട്ട് നമ്മുടെ മനസ്സിനെ ഇച്ചിരൂടെ ഒന്ന് ഏകാഗ്രമായി കൊണ്ടുവരാം. കർത്താവിന് സ്തോത്രം. ഞാനൊരു വെളിപ്പാട് പറയാം. മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത എന്തോ നിന്റെ ലൈഫിൽ സംഭവിക്കുവാനുള്ള സമയമായിരിക്കുന്നു. വീണ്ടും ഞാൻ പറയാം, മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്, നീ ജനിച്ചേ പിന്നെ ഇതുവരെ നടക്കാത്തത് എന്തോ നിന്റെ ലൈഫിലോട്ട് എൻട്രി ചെയ്യാനുള്ള സമയമായിരിക്കുക. ഇന്ന് പറയാം, ഒരുക്കപ്പെട്ട നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ലോർഡ് ദൈവം എന്തോ ഒരു പുതിയ പദ്ധതി രൂപം. ഓ ശബാന, നീ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആ ഒരു ആത്മപ്രവാഹത്തിലേക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ലൈഫിനെ ഹോളി സ്പിരിറ്റ് ഇന്ന് തിരിച്ചോണ്ട് വരട്ടെ. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് മാറ്റിക്കൊണ്ട് വരട്ടെ. ഞാൻ വെളിപ്പാട് കാണുന്ന പറയാം, ഇന്ന് ചിലരുടെ മാനസിക തലത്തിൽ നിന്ന് ദുഷ്ടന്റെ പിടി വിടും. നിന്റെ സ്പിരിച്വൽ ലൈഫിനെ കാർന്നു തിന്ന ചില ചെറുകുറുക്കന്മാരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ പ്രവചിക്കാൻ തുടങ്ങുക. ഞാനൊരു ചെറിയ നിയമം പറയാം. നമ്മൾ വീഴുമെന്നൊരു ഫീല് നമുക്കുണ്ടായ, നമ്മൾ വീഴും. ഇപ്പൊ നടക്കുക, ആത്മീകാര്യമല്ല പറയുന്നത്. ഒരാൾ നടക്കുമ്പം ഫീൽ ഉണ്ടാവുക, വീഴാൻ പോവാന്നൊരു ഫീല്. അങ്ങനെ വീഴാൻ പോവാന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ പുള്ളി നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ഇങ്ങനെ ബാലൻസ് ചെയ്തേ നടക്കത്തു. വീഴാൻ പോകുന്നില്ലെന്നൊരു ഫീൽ ഉണ്ടായാൽ അയാൾ കൂളായിട്ട് നടന്നു. ഈ ആത്മീകത്തിൽ വന്നിട്ട് ചിലര് പറഞ്ഞ് വീണുപോവോ വീഴുവോ, നമ്മൾ സൂക്ഷിച്ചാൽ സൂക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ ആത്മാവിന്റെ ഒരു നിയോഗം ഏറ്റെടുക്കണം. ഒരാമയും പറഞ്ഞാട്ട്, എവിടൊക്കെ നീ തോറ്റോ അതിലൊക്കെ ഇന്ന് ജയിക്കണം. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ പല കാര്യത്തിൽ തോറ്റിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരോടും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ വലിയ വിജയമാണ്. നമ്മൾ പലപ്പോഴും തോറ്റിട്ടുണ്ട്, പലരും പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വേണമായിരുന്നു. ഒരു സ്ത്രീയെ പിടിച്ചപ്പോൾ നീതിമാന്മാരുടെ നിങ്ങളെ കല്ലെടുത്തോണ്ട് കല്ലെറിയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കി. പക്ഷെ ചിലരുടെ പ്രത്യേകത എന്താ? അവരെ പിടിച്ചില്ലെന്നുള്ളതാണ്. ചില തോറ്റ് തൊപ്പിയിട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ രണ്ട് കണ്ണുമില്ലാത്ത അന്തന്മാരിങ്ങനെ വടിയിടിച്ചു പോകുമ്പോൾ നിങ്ങൾ അവരെ നോക്കും, ഒറ്റ ഓടയിലും അവർ വീഴത്തില്ല. എന്നാൽ രണ്ട് കണ്ണുമുള്ള ആന്റിമാർ എത്രയോ എണ്ണം അച്ചായന്മാർ ഓടെ വീണ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും കയ്യെ പിടിക്കാനാണെന്നോ നമ്മൾ നോക്കുന്നത്? പെട്ടെന്ന് എഴുന്നേറ്റ് ആരെങ്കിലും വീണതല്ല വിഷയം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം നിങ്ങൾ കാണണം. നല്ല സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആരും പിശാചിനെയോ മനുഷ്യനെയോ ഒന്നും പേടിക്കരുത്. നിങ്ങളുടെ അകത്തെ ധൈര്യം, എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ള ധൈര്യം. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തോ നീ ഇപ്പോൾ ഒന്നും ആയില്ല, പക്ഷെ നിന്നെ ദൈവം എന്തോ ആക്കാൻ പോവുക? തെരഞ്ഞെടുത്തത് ആയവരെ അല്ല, തെരഞ്ഞെടുത്തത് ആക്കാമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളവരെയാണ്. ദൈവത്തിന് ബോധ്യമുണ്ട്. ഒരു ശീമോനെ തെരഞ്ഞെടുക്കുമെന്ന് ദൈവം പ്രവചിക്കുക. ദേ, മീനെ പിടിക്കുന്ന നീ മനുഷ്യനെ പിടിക്കും. ചോദ്യം, 3.5 കൊല്ലം പുറകെ നടന്നിട്ട് വല്ലതും നടന്നോ?
നോ. പക്ഷെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ എറിഞ്ഞപ്പോൾ കടൽക്കരയിലെ പ്രവചനം നിറവേറി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, പല പ്രവചനങ്ങളും ഈ നാളുകളിൽ നിറവേറും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, അഭിഷേകം നിന്റെ മേൽ, കൊതിക്ക് കർത്താവേ ആ ദൈവിക ബന്ധം. നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കും. പ്രാർത്ഥന എന്തെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ ഭയങ്കര പാടാണ്. പ്രാർത്ഥനയുടെ ഒരു കുഴപ്പം, ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ എന്ത് ചെയ്യത്തില്ല, ഇന്നും നാളെയും പ്രാർത്ഥിച്ചാൽ മറ്റന്നാളെയും ഉറപ്പായിട്ട് എന്ത് ചെയ്യത്തില്ല. പ്രാർത്ഥനയിൽ രണ്ട് കാര്യം ഉണ്ടാകുന്ന ബൈബിൾ. ഒന്ന്, മടുപ്പുണ്ടാവും. രണ്ട്, മുടക്കം ഉണ്ടാവും. എന്നാൽ മടുപ്പും മുടക്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രയറിൽ ഈ ബന്ധം സ്ട്രോങ് ആകണം. ബന്ധം സ്ട്രോങ് ആയാൽ ആരും പറയണ്ട, നീ അറിയാതെ പ്രാർത്ഥിച്ചിരിക്കും. ഒരാമീൻ പറയണം. ആമീൻ. നിന്ദിച്ച നിന്റെ ജനതയുടെ നടുവിൽ വെച്ച് നിന്നെ കായിപ്പിച്ച് നിർത്താൻ വേണ്ടത് ഈ ബന്ധമാണ്. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കൊരു നമ്മളിങ്ങനെ എപ്പോഴും ജനങ്ങളുമായി അടുത്തിടപെടുന്ന ആളുകൊണ്ട് ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ മോനും ഉണ്ട് മോളും ഉണ്ട്. അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനിരുന്നു, അവർ രണ്ടും പ്രാർത്ഥിക്കാനിരുന്നില്ല. സ്തോത്രം. ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ വീട്ടിൽ പോകേണ്ടി വന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പനും അമ്മയും പറയുക, മക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ ഇറങ്ങി വരുമായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ റൂമിന് ഒരു മുറിക്കകത്തുനിന്ന് മോനും ഒരു മുറിക്കകത്തുനിന്ന് മോളും ഇറങ്ങി വന്നു. ഭയങ്കര പ്രയർ ആരാധന. ശ്രദ്ധിക്കണം. ഞാൻ പ്രയർ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മോനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് പറഞ്ഞു, ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തെ തിരിച്ചു കളഞ്ഞു. നിന്റെ ലൈഫിലെ ഒരു വഴിത്തിരിവ്, ഒരു അനോയിന്റിങ് മീറ്റിംഗ്. ഈ 7 hours മീറ്റിംഗ് നിനക്ക് ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കട്ടെ. ഇതുവരെ ഇല്ലാത്തൊരു റൂട്ടിലേക്ക്. നന്ദി കർത്താവേ. ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോൾ എനിക്കൊരു ഫീൽ, എന്തോ ഒരു കാര്യം നിന്നിലൂടെ നടക്കാൻ പോവുക, എന്തോ ഒരു കാര്യം നിന്റെ തലമുറയോടെ നടക്കാൻ പോവുക. എഴുതിയിട്ടോ നിന്റെ പല ബ്ലോക്കുകളും ഇന്ന് നടക്കാൻ പോവുക, ആരും ഓടിക്കാതെ. കേട്ടോ, ചിലരുടെ അകത്ത് ദൈവകൃപ വ്യാപരിക്കുക. ഈ 5ാമത്തെ മണിക്കൂറിൽ ഇവിടെ പ്രാർത്ഥന ഉയരുമ്പോൾ പരിശുദ്ധാത്മാവൻ, ഞാൻ ആത്മാവിൽ കാണുന്നൊരു വിഷൻ നിങ്ങളോട് പറയാം. ഇനി വിഷനാ പറയാൻ പോകുന്നത്. ലോർഡ്, ആ പച്ച ഷർട്ടിട്ട് കണ്ണാടി വെച്ച ബ്രദർ ഒന്ന് എഴുന്നേക്കോ. നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങളോട് പറയാൻ കർത്താവ് പറയുക, ലോർഡ്, ലോർഡ്, ലൈഫിൽ അനുഭവിക്കേണ്ട പലതും ബ്ലോക്കായി പോയെങ്കിൽ ജീസസ് ഇപ്പോ സകലതും ബ്ലോക്കായി കേൾക്കും. നിനക്കറിയാം, 4 സ്ഥലങ്ങൾ തുറന്നു കിട്ടിയാൽ വീണ്ടും കൈവിട്ട എല്ലാ അനുഗ്രഹവും തിരിച്ചു വരും. നിങ്ങൾക്കത് വ്യക്തമായി അറിയാം. എന്നാൽ ഇന്നിവിടെ നീ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബ്ലോക്ക് എവിടെ ഉണ്ടോ അവിടെ ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി നിന്റെ ബ്ലോക്കിനെ പൊട്ടിച്ച്, യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട നിന്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ സമയമായെന്ന് ആത്മാവ് കാണിച്ചു തരിക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഇതിനകത്ത് അസാധാരണമായത് എന്തോ നടക്കാൻ പോവുക, എന്തോ നടക്കാൻ പോവുക. ഞാൻ വെളിപ്പാടി പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട പ്രവചനം ഇന്ന് ഈ ദൂതും കൂടെ കയറി കണക്ട് ആകാൻ പോവുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ചിലരെ സ്പർശിക്കാതെ ദൈവം ഇവിടുന്ന് പോകത്തില്ല, ചിലരെ തൊടാതെ ദൈവം ഇവിടുന്ന് പോകത്തില്ല. യെസ്,
നിങ്ങൾ കുറച്ചു നേരം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പ്രസംഗം നിർത്താൻ പോവല്ല, ഭയങ്കരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുക. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, നിന്നെ നിന്ദിച്ച ദേശത്തു തന്നെ നീ കായ്ച്ചു നിൽക്കുന്ന ദിവസം. ഇതിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നടക്കും. ബ്രദറെ ഇരിക്കരുത്, ഒരു 2 മിനിറ്റ് നിൽക്കണം. ഞാൻ എത്ര നേരം കൊണ്ട് നിൽക്കാം, ഇനി എത്ര നേരം വേണ്ടി നിൽക്കാം. പക്ഷെ നിങ്ങളുടെ അടുക്കുന്ന ദൈവസാന്നിധ്യം പോകുന്നില്ല. കാരണം നിങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വരേണ്ട പല അനുഗ്രഹങ്ങളും ബ്ലോക്കായി നിൽക്കുക. നിങ്ങൾ ചോദിക്കുന്നത് എന്താ റിലീസാകാത്ത? ഇന്ന് റിലീസാവും. ഇന്ന് യെസ്, നിങ്ങളെ ദൈവാത്മാവ് ഇവിടെ കൊണ്ടുവന്നതാ ചിലതൊക്കെ റിലീസ് ചെയ്യാൻ. ഭയങ്കര ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെയോ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുക, ചെവിയുടെ കേൾവി തിരിച്ചു കിട്ടുക, ഭാവി ബ്ലോക്കായ ചിലരുടെ ബ്ലോക്ക്. ആർത്ഥകൾ പ്രവചന ബൗഡമനഹസ്. ഇരുന്നാട്ട് ഞാൻ ബ്രദറിനെ ഒന്നുകൂടെ എഴുന്നേൽപ്പിക്കും. ഇരുന്നാട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബ്രദറെ കറക്റ്റ് ആണോ? 4 സ്ഥലങ്ങൾ ഒരുപോലെ സ്റ്റക്ക. അത് നിമിത്തം ഉണ്ടായ ബ്ലോക്കാ. ഇന്ന് നീ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവദൂതന്മാർ ആ ബ്ലോക്ക് റിലീസ് ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥന നിനക്ക് ഫലിക്കും. നമുക്ക് ഇച്ചിരുടെ ഗഹനമായി ഈ ദൂതിലോട്ട് വരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അല്പം മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് എഴുന്നേക്കാൻ പോവാം. പക്ഷെ ഇച്ചിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എത്ര പേർക്ക് ആമീനുണ്ട്? ആമീൻ പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തിട്ട് പറ, എന്തോ ഒരു കാര്യം ദൈവം ചെയ്യാൻ പോവാ. ഒന്ന് പറഞ്ഞു, എന്തോ ഒരു കാര്യം. നിങ്ങൾക്കറിയാമോ, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ബോധ്യം പരിശുദ്ധാത്മാവ് തരാൻ പോവുക, തന്നോണ്ടിരിക്കുക. എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അതെന്തുവാന്ന് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതം മാറത്തക്കവണ്ണം. അതിന്റെ ഏക കാരണം മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധമാ. എന്തുമായിട്ടുള്ള ബന്ധമാ? ഒന്ന് പറഞ്ഞ, മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധമാ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തതി ഫലം കായ്ക്കുന്നത് കണ്ടോ? ചിലരുടെ ഉള്ളിൽ അന്തരാത്മാവിൽ ആ നിയോഗം പരിശുദ്ധാത്മാവ് തരികയാണ്. നിന്റെ സന്തതിയുടെ ലൈഫിനകത്തുനിന്ന് പാപബന്ധനങ്ങൾ അഴിഞ്ഞ് മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ചിലർ വിടുവിക്കപ്പെടട്ടെ. മനുഷ്യന്റെ ഈ പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുമ്പോഴേ നമുക്ക് ആ പത്രോസിന്റെ ലേഖനത്തിലോട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും 2 Peter chapter 1 verse 10. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? മുകളിലത്തെ വാക്യങ്ങൾ അത് വിവരിക്കുന്നത് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അതിന്റെ കാരണം 8ാം വാക്യത്തിലുണ്ട്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. 8ാമത്തെ വാക്യമാണോ? ഹല്ലേലൂയ. അമ്മി, നമുക്ക് വിലയേറിയതും അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. മതി. എന്തുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണം? നിനക്ക് തന്നിരിക്കുന്നത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം നിനക്ക് തന്നിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വഴിക്ക് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. 4ാമത്തെ വാക്യം തന്നെ. അതുകൊണ്ട് അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ പ്രസംഗിച്ച ഭാഗത്തേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം എന്നെക്കുറിച്ചുണ്ട്, നിങ്ങളെക്കുറിച്ചുണ്ട്? ഒന്നുകൂടെ പറഞ്ഞ, വിലയേറിയെന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ കഴിയാത്തതും അതിമഹത്തായ വാഗ്ദത്തം. ഒരാമയും പറഞ്ഞാട്ട്. ഇപ്പം നമ്മുടെ പ്രശ്നം, ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ?
അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പം നിന്നെ ബഹുസമ്പന്നനാക്കാന്ന് പറഞ്ഞല്ല വിളിച്ചത്. വിളിക്കുമ്പം പറയാ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഈ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം മറച്ചു വെച്ചിരിക്കുക. ഒരാമയും പറഞ്ഞാട്ടോ. എന്നാൽ ഈ നാളുകളിലെല്ലാം അത് വെളിപ്പെടാൻ പോവുക. ഒരാമയും ഈ നാളുകളിൽ അത് വെളിപ്പെടാൻ പോവുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സാഹചര്യം മാറാൻ മണിക്കൂറുകൾ മതി. ഓക്കേ, യോസഫ് ഇന്നലെ രാത്രി വരെ ജയിലില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് പുള്ളി രാജാവിന്റെ വലത്ത് സൈഡിൽ ഇല്ലാത്ത സിംഹാസനം ഉണ്ടാക്കി അവിടെ ഇരിക്കുക. ഇന്നലത്തെ സാഹചര്യം പടയാളികളെ പേടിക്കുന്ന സാഹചര്യം. ഇന്നത്തെ സാഹചര്യം യോസഫിനെ പടയാളികൾ പേടിക്കുന്ന സാഹചര്യം. ഞാൻ ബൈബിളിന്റെ ഒരു വെളിപ്പാട് പറയാം. ജീവിതം മാറാൻ കൊല്ലങ്ങൾ വേണ്ട, മണിക്കൂറുകൾ മതി. ഓ ഹല്ലേലൂയ. നോക്കിയേ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. അത് വിവരിക്കാൻ പോയാ ഇച്ചിരി നേരം വിവരിക്കണം, എന്നാലും അത് വളരെ ഷോർട്ടാക്കി പറയാം. തങ്ങളിൽ ആരെയാ ദൈവം തെരഞ്ഞെടുത്തെന്ന് ഒരു തർക്കം ഉണ്ടായി. ദൈവം പറഞ്ഞു 12 ഗോത്രപിതാക്കന്മാർ 12 വടി കൊണ്ടുവരണം. ഓരോ വടിമേൽ ഓരോ ഗോത്രത്തിന്റെ പേരെഴുതണം. എന്നിട്ട് ദൈവം പറയാ, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളുക്കും. തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം മറ്റുള്ളവരെ പോലല്ല, നീ തളിർക്കാൻ തുടങ്ങും. ഒരാമയും പറഞ്ഞാട്ട്. ഇനി തളിർക്കണമെങ്കിൽ ഒരു കമ്പ് വെട്ടി മണ്ണിൽ വെച്ച് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൽ കിളിക്കുന്നത് കൊണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുമ്പം മണ്ണില്ല, വെള്ളമില്ല, സൂര്യപ്രകാശമില്ല, ദൈവ സാന്നിധ്യം മാത്രം. ഒരാമയും വരുന്നില്ല. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. നിന്നെ തളിർപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ ഈ പറയുന്ന ഒരു പ്രകൃതിയുടെ സാന്നിധ്യം വേണ്ട, നീ തളിർക്കാൻ ദൈവ സാന്നിധ്യം മാത്രം. ഓ, തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. അടുത്തിരിക്കുന്നതൊന്ന് കൈ കൊടുത്തു പറ, നീ തളിർക്കാൻ സമയമായെന്ന് പറ. ചിരിച്ചോണ്ട് പറ, എന്താ നീ തളിർക്കാൻ? അവിടെ വായിക്കുന്ന ഭാഗത്ത് കാണാം, ഒറ്റ രാത്രി കൊണ്ട് ദൈവം അതിനെ തളിർപ്പിച്ചു, ദൈവം അതിനെ പൂപ്പിച്ചു. ബാക്കി പറയാം, ദൈവം അതിനെ എന്തുവാക്കി? ഫലമുള്ളതാക്കി മാറ്റി. അപ്പൊ 12 മണിക്കൂർ മതി ദൈവത്തിന് നിന്നെ തഴപ്പിക്കാൻ. ഗ്ലോറി. യോബിന്റെ ജീവിതം ഇങ്ങനെ തഴച്ചു വളർന്നു നിന്നപ്പോഴേ പിശാച് വന്ന് യോബിന്റെ ഓരോ ശിഖരം വെട്ടി. ഉടനെ ഭക്തൻ ചോദിക്കുക, വൃക്ഷത്തിന്റെ പ്രത്യാശ അറിയോ? അവൻ പറഞ്ഞ അറിയത്തില്ല. എന്നാ കേട്ടോ, വെട്ടിയാൽ വെട്ടുന്നിടത്തുനിന്ന് അടുത്ത മുള പൊട്ടും എന്ന് പറഞ്ഞ, നീ എത്ര മുറിച്ചാലും ഈ കോട്ടയത്ത് പിന്നെ ഞാൻ കിളിച്ചോണ്ടിരിക്കും. നീ എന്തൊക്കെ രോഗം എടുത്തിയാലും ഞാൻ കിളിക്കും. നീ എത്ര ശാപം കൊണ്ടുവന്ന മനസ്സിലായ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആരെല്ലാം നിനക്കെതിരെ ആയുധം എടുത്ത് അല്പനേരം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഒന്ന് സ്തുതിക്ക. ഒരിക്കല് ഒരു രാജ്യത്ത് പഠിക്കാൻ പോയ ഒരു മകൻ എന്നെ 1 മാസം എന്റെ ഉറക്കം കെടുത്തി. വിളിച്ചിട്ട് വാവിട്ട് കരയുക. അവന്റെ അപ്പൻ ലോൺ എടുത്തവനെ പഠിക്കാൻ വിട്ട. ആ കോളേജിൽ അവനെ പഠിക്കാൻ അനുവദിക്കാത്ത 4 പേര്. എക്സാമിന്റെ അന്ന് പഠിക്കാൻ ഇവൻ തുടങ്ങും. അവന്മാര് ടേപ്പ് ഹമ്മി പാട്ട് വെക്കും. പഠിക്കാൻ പറ്റുകയില്ല. വെളിയിൽ പോയ പുറകെ നടന്ന് ഉപദ്രവിക്കുക. ഞാൻ അവനോട് ചിരിച്ചോണ്ട് പറഞ്ഞ്, ആരെല്ലാം വെട്ടിയാലും നീ കിളിക്കും. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഇവന് ഹയസ്റ്റ് മാർക്ക്. ഇവനെ ഒതുക്കാൻ നോക്കിയവര് മൊത്തം ആ വർഷം ഫെയിലായി.
ഞാൻ എന്തിനാ ഈ ദൂത് നിന്നോട് പറഞ്ഞ? ആരും നിന്റെ ശിഖരം വെട്ടിയാലും തെരഞ്ഞെടുക്കുന്നവൻ തളിർത്തോണ്ട്. വല്ലോ മനസ്സിലായി വരുന്നുണ്ടോ? ഈ 6ാമത്തെ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക, ഇനി നീ ഉണങ്ങിയിരിക്കാൻ പോവുമല്ല, നിന്നെ എന്റെ ദൈവം എവിടോ വലിയ ചിലരുടെ ശുശ്രൂഷ തഴയ്ക്കട്ടെ, ചിലരുടെ അഭിഷേകം തഴയ്ക്കട്ടെ, ചിലരുടെ ദൈവം. നന്ദി കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസമുണ്ട് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഇന്ന് ആരാധന കഴിയുന്നതിന് മുമ്പ് ദൈവാത്മാവ് ഒരു സന്ദേശം പറയാം. നിന്റെ ലൈഫ് മാറണം. എന്താ മാറണം? നിന്റെ മനസ്സ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മേഖലകളിലെ ബന്ധനങ്ങൾ പൊട്ടണം. അരുതാത്തതിനകത്ത് നിന്റെ മാനസിക തലം കുരുങ്ങിയെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന ആ കുരുക്ക്. ഞാൻ പറയില്ല, സ്പിരിച്വൽ ട്രാക്കിലോട്ട് ഒരാളൊന്ന് വരാനാ പാട്. വന്നു കഴിഞ്ഞ പിന്നൊരു ഭയങ്കര ചലന. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് എന്നപ്പം ബെഡ്റൂമിൽ നിന്ന് പിള്ളേർ ഇറങ്ങി വന്നില്ല. 7 മാസം കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ പിള്ളേർ രണ്ട് മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്ന അന്യഭാഷ ഹോളിൽ ഇരുന്ന് കേൾക്കാം. ഇതെങ്ങനെ സംഭവിച്ചു? അവര് പറയാ, ഒരു മീറ്റിംഗ് പിള്ളേരെ മാറ്റിക്കളഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ മീറ്റിംഗ് നിന്റെ ജീവിതം മാറ്റട്ടെ, നിന്റെ സ്ഥിതി മാറ്റട്ടെ, നിന്റെ അവസ്ഥകൾ മാറ്റട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓരോരുത്തരും ഒരു മീറ്റിംഗിലും അടുത്ത മീറ്റിംഗ് ചാടി പിടിക്കുന്നതിന് രഹസ്യം എന്നാണെന്നറിയാമോ? അവർക്കറിയാം ലൈഫിനെ മാറ്റുന്നത് ദൈവവചനമാണ്. അവിടെ നിങ്ങൾ വായിക്കേണ്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുകട്ടെ. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം നമുക്കുണ്ട്. നമ്മൾ പാലിക്കേണ്ട 3 കാര്യം പത്രോസ് എഴുതിയിട്ടുണ്ട്. 1, ദിവ്യ സ്വഭാവത്തിന്. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് സ്വഭാവം മാറണമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, എന്തോ മാറണം? പുറകിലൊന്നും പറയുന്നില്ല. എന്തോ മാറണ്ടേ? ചെല്ലുമ്പോ മനസ്സിൽ പറയാ, കുറച്ചുകൂടെ പറയണെന്ന് പറയാൻ പോവാ. ചിലരുടെ സ്വഭാവം ഒരു രക്ഷയില്ല. നിങ്ങൾക്കറിയാം, ഈ ഉപദേശിമാർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉപദേശിമാർക്ക് മാത്രം കിട്ടുന്ന ഒരു കിരീടമുണ്ട്. അതിനെന്നറിയോ? ഈ ഒരു വിശ്വാസിയുടെ സ്വഭാവം മാറി ആ സഭാഹോള് നിറയും. ഒരു വിശ്വാസിയുടെ സ്വഭാവം കുഴപ്പമാണെ ആ സഭാഹോള് കാര്യമാവും. അടുത്തിരിക്കുന്ന ആളോട് ചുമ്മാ ഒന്ന് ചോദിച്ചേ, സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചേ. പണ്ട് നാട്ടുകാരുടെ കുറ്റം പറയും, ഇപ്പൊ സഭ കയറി സഭക്കാരുടെ കുറ്റം പറയും. പണ്ട് നാട്ടിൽ വഴക്കുണ്ടാക്കി, ഇപ്പൊ സഭയെ വഴക്കുണ്ടാക്കും. ഇവിടെ പിന്നെ വഴക്ക് നടക്കാത്തതുകൊണ്ട് വഴക്കുണ്ടാക്കാത്ത. സ്തോത്രം. ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കുന്നതിന് ചെവിക്ക് പിടിക്കും നമ്മൾ. ചോദ്യം, നിങ്ങൾക്ക് എപ്പോഴേലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ സ്വഭാവത്തിൽ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോവാ. എൻ്റെ സ്വഭാവം എനിക്ക് ഇല്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു ജീവിയുടെ വാല് 12 കൊല്ലം PVC പൈപ്പിൽ ഇട്ടാലും എടുക്കുന്നുറേ അത് വളഞ്ഞ് അപ്പോൾ അഭിഷേകം പ്രാപിച്ചിട്ടും മാറ്റമില്ല, കത്രുമേശ എടുത്തിട്ടും മാറ്റമില്ല, പ്രവചനം കേട്ടിട്ടും മാറ്റമില്ല, സ്വപ്നം കണ്ടിട്ടും മാറ്റമില്ല. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഈ മുന്തിരിവള്ളിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടല്ലോ, നമ്മുടെ സ്വഭാവം അറിയാതെ അങ്ങ് മാറും. ഈ സ്വഭാവം മാറുന്ന ഈ ചിലർ കണ്ടു, ചിലർക്കൊക്കെ ഒരു ദിവസം തന്നെ 5-6 മുഖമുണ്ട്. ചിലരോടൊക്കെ മിണ്ടനെ തന്നെ ഓസിച്ചേ മിണ്ടാൻ പറ്റും. എന്തുവാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഇപ്പൊ ചൂടുകൂടായോണ്ട് പറയുകയും. എന്നോടൊരു അച്ഛൻ അമ്മാമ്മ വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എൻ്റെ അച്ഛൻ ഇപ്പം ഭയങ്കരമായിട്ട് വർത്താനം പറയും. ഞാൻ പറഞ്ഞു, ചൂട് കൂടിയ എൻ്റെ കുഴപ്പമില്ല, 2 മഴ പെയ്യുമ്പോൾ അങ്ങ് ചെല്ലിപ്പം പറയാ, നിർത്തല്ലേ, അത് ഇച്ചിരൂടെ പറയാൻ, അതുകൂടെ പറയാൻ പോന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. നാളെ ഒരു പുള്ളിക്കാരൻ വന്ന് ഞാൻ ചോദിച്ചാൽ വല്ല കുഴപ്പം, അച്ഛന് കുഴപ്പമൊന്നുമില്ല, പിന്നെ വൈകിട്ട് 9 മണിക്ക് ഒരു ഗുളിക കൊടുക്കണം. കൊടുത്തില്ലല്ലോ, മിണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്വഭാവ രൂപീകരണം. ഒരാള് കർത്താവുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് കൂടുമ്പോ എന്താണെന്നറിയോ? ക്ഷമിക്കാൻ പഠിക്കും, സഹിക്കാൻ പഠിക്കും, വിനയപ്പെടാൻ പഠിക്കും. അങ്ങനൊക്കെ ഉണ്ടെങ്കിലേ സ്വർഗതുല്യമായ ലൈഫ് പറ്റത്തുള്ളൂ. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നാട്ടുകാർ മുഴുവനും കൂടെ ഉപദ്രവിച്ചാലും മിണ്ടാട്ടില്ല. ചിലൊക്കെ പറഞ്ഞില്ലയോ, എന്നോട് മിണ്ടരുത്, എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുക. ഇപ്പോ ഞാനൊരു ദിവസവും ഒരു ബ്രദറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നിവർത്തിക്കെട്ട് പുള്ളിയുടെ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അച്ഛനെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, വിളിച്ചെടുത്തില്ല. ഇപ്പൊ വിളിക്കരുത്. എന്താ? പുള്ളിയുടെ സ്വഭാവം പുള്ളിക്ക് തന്നെ പിടിക്കരുതായിട്ടിരിക്കുക. ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്ന് നിൽക്കുക. ചോദ്യം, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുമോ? എന്തുകൊണ്ട് ശ്രമിക്കണം? വിലയേറിയതും അതിമഹത്തായ ഞാൻ നിങ്ങളോട് പറയാം, ബൈബിളിലെ നിയമം അനിപ്പാർഷക്കും ജോഷിപ്പാർഷക്കും വന്ന നിങ്ങൾക്കും എല്ലാം ഒരുപോലെ. ഒരു ചോദ്യേ, ദൈവത്തിന് മുഖോഷമുണ്ടോ? പറ. ഇല്ല. ഒരാളെ അനുഗ്രഹിക്കുന്നു, മറ്റൊരാളെ അനുഗ്രഹിക്കുന്നില്ല. കാരണം എന്നാ? ഞാൻ സമ്പത്തല്ല പറയുന്നേ, സ്പിരിച്വലാ പറയുന്നേ. ഞാൻ ഒരു ദൂത് പറയാം. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുന്നു. നിന്റെ ലൈഫിനെ മാറ്റാൻ ദൈവം റെഡിയാണ്. വചനം കേൾക്കുന്നവർ ആമീൻ പറഞ്ഞേ. ദൈവം റെഡിയാണ്. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരൊറ്റ കാര്യമാ. എന്തുവാ കാര്യം എന്ന് കേട്ടോ? അവൻ സ്വഭാവം മാറണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ചില സന്തതിയുടെ മേൽ കിടക്കുന്ന ബ്ലോക്ക് ഇന്നത്തെ പ്രാർത്ഥന പൊട്ടണം. പൊട്ടണം. അത് പൊട്ടിയിരിക്കണം. ഓ കൃപ. യെസ്. നിങ്ങൾക്കറിയാമോ, ഒരു ശുശ്രൂഷകൻ വേദി കയറി ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോ ആ ശുശ്രൂഷകനെ ദൈവം കയ്യിലെടുത്താൽ ആ ശുശ്രൂഷ ഫലിക്കും. ഒരാമീൻ പറഞ്ഞില്ല. എത്ര ദൂതന്റെ അകത്തുണ്ടെങ്കിലും ദൈവം കയ്യിലെടുത്തില്ലെങ്കിൽ ആ ദൂത് ഫലിക്കത്തില്ല. ഇന്ന് ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാം, പ്രാർത്ഥന നിനക്ക് ഫലിക്കും. ദൂത് നിനക്ക് നിന്നെ കയ്യിലെടുക്കാൻ പോവാ. ഒരിടയച്ചടക്കനെ കയ്യിലെടുത്താൽ അവനെ രാജാവാക്കാം. യെസ്. ഒരു സാധാരണ വീട്ടിൽ പറഞ്ഞ യോസഫിനെ കയ്യിലെടുത്താൽ അവൻ രാജ്യത്തിന്റെ രണ്ടാമനാകും. ഞാൻ ഒരു കാര്യം പറയാം, ഇന്നത്തെ ദിവസം നിങ്ങൾ കുറിച്ചോ. ചിലതിനെ തമ്പുരാൻ കയ്യിലെടുക്കാൻ തീരുമാനിച്ച ദിവസമായത്. വചനം കേൾക്കുന്നവർ ഈ ആരാധന ആരാധന മുന്നോട്ട് പോകുമ്പം ആത്മാവ് പറയാ, ചിലരെ ദൈവം എന്തോ നാക്കാനായിട്ടുള്ള തീരുമാനമാണ്. ദൈവം കയ്യിലെടുക്കും. നിന്നെ ഒരു മുദ്ര മോതിരമാക്കി ദൈവം മാറ്റും.